അങ്ങനെ പറയരുതേ. സംഭവിച്ചത് നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞങ്ങൾക്കിനി ഒന്നും കേക്കണ്ട. ഒരു കൊലപാതകിയുടെ മകളെ എന്റെ മകന് ഭാര്യയായിട്ട് വേണ്ട. ആനന്ദേ വന്നേ. അശ്വതി, എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് കൂടുതൽ ഒന്നും സംസാരിക്കാനില്ല. ഞാനും എന്റെ മകനും ഇറങ്ങുവാ. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. അശ്വതി പ്ലീസ്. അച്ഛൻ ആരുടെയും കാല് പിടിക്കണ്ട. അച്ഛനെ മനസ്സിലാക്കാത്തവരെ ഉൾക്കൊള്ളാൻ എനിക്കും ബുദ്ധിമുട്ടാണ്. അവരെ പൊക്കിയോട്ടെ. അച്ഛനെ നിങ്ങൾ ആരും വിശ്വസിക്കില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് നല്ല വിശ്വാസം, ദൈവത്തെ പോലെ വിശ്വാസം. അത് ചോദ്യം ചെയ്യാൻ ആരും ഞങ്ങൾ അനുവദിക്കില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷേ നിയമം ഒരുപോലെ എല്ലാവർക്കും ബാധകമാണ്. മരണക്കിടക്കയിൽ കിടക്കുന്ന അയാൾക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേ. അതല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മറ്റു മാർഗമൊന്നുമില്ല. ഓക്കെ സാർ, ഇപ്പൊ സംഭവിച്ച ഈ നഷ്ടത്തിനപ്പുറം തൽക്കാലം എനിക്ക് മറ്റൊന്നുമില്ല. സാറിനെ അറസ്റ്റ് ചെയ്തോളൂ. സർ പ്ലീസ് അച്ഛനെ വിലങ്ങ് വെക്കരുത് സർ. ഞാൻ പറയുന്നു ഒന്ന് കേക്ക് സർ പ്ലീസ്. സാറേ, ഇതിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. എന്റെ അനിയൻ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ നിമിഷം സാറും മനസ്സിൽ എഴുതി വെച്ചോ, ഇതിന് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും. അച്ഛന് ഭാഗ്യമില്ലാണ്ടായി പോയി മോളെ. മോള് പേടിക്കണ്ട. സത്യം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അച്ഛനൊന്നും സംഭവിക്കാതെ പുറത്തു വരും. നമ്മൾ ജീവിക്കൂടി മോളെ. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എന്റെ മോളോടൊപ്പം അച്ഛൻ ജീവിക്കും. ശാന്തി, ഒരിക്കൽ കൂടി ഞാൻ എന്റെ മോളെ നിന്നെ ഏൽപ്പിക്കുക. തളർന്നു പോവാതെ നീ അവളെ നോക്കണം കേട്ടോ. മമ്മി എന്തിനാ എനിക്കുള്ള അതേ ഡ്രസ്സും ഓർണമെന്റ്സും അവക്ക് വാങ്ങിച്ചു കൊടുത്തത്? മോളെ, അത് പിന്നെ ഈ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യണ്ടേ? കുറെ ആയി ഇതിങ്ങനെ ആവർത്തിക്കുന്നു. അവളുടെ ദേഹത്തിട്ട അതേപോലത്തെ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ എന്റെ ദേഹത്ത് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഗാഥ, മോളെ നീ എന്നെ കാണിക്കുന്നേ? മമ്മി, ഗാഥ ശ്രീനിവാസന് മറ്റൊരുത്ത് ഉപയോഗിച്ച പോലത്തെ ആഭരണങ്ങൾ ഇടേണ്ട ഗതികേടെ തൽക്കാലം ഇല്ല. ഇപ്പൊ എന്തായാലും മോതിരമാറ്റൽ ചടങ്ങൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവും. ഇനി എന്തായാലും ആ ആനന്ദ് എന്ന് പറയുന്നവന്റെ തലയിൽ തന്നെയായിരിക്കും അവള്. എന്തായാലും മമ്മിയുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. ഇന്നലെ തന്നെ പോലീസുകാരെ വിളിക്കണമായിരുന്നു, നടന്നതൊക്കെ പറയണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ സാറിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. അക്കാര്യത്തില് സാറിന് കുറ്റം പറയാൻ പറ്റില്ല. സാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ചടങ്ങല്ലേ നടക്കേണ്ടിയിരുന്നത്. അച്ഛനെ വിലങ്ങ് വെച്ചിട്ട് നമ്മുടെ മുന്നിൽ കൂടിയാ കൊണ്ടുപോയത്. എന്നും അതെ, ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്ന ഒരാള്. ഇവർക്കൊന്നും മതിയായില്ല അച്ഛനെ ദ്രോഹിച്ചിട്ട്. മോളെ, കൃഷ്ണ മോളെ, മോളെ കൃഷ്ണെ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ഇല്ല. എന്റെ ദൈവമേ, എന്റെ അനിയൻ കുഞ്ഞിന് ഇങ്ങനെ ഒരവസ്ഥ വന്നല്ലോ.
ആശുപത്രിയിലേക്ക് കിടന്ന് നരകിച്ചതാ. അതൊക്കെ കഴിഞ്ഞ് ശ്വാസം വിട്ടൊന്ന് പുറത്തേക്ക് വന്നേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്തത്. ആശുപത്രിയിൽ കിടക്കുന്നവൻ ചത്തുപോയാല് ശ്രീനിവാസന് പിന്നെ രക്ഷയില്ലത്രേ. അയാളല്ലേ, ആ CI അല്ലേ, അയാളല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നേ? അയാൾ ആരാ? ദൈവോ? മാഡം, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പറ്റില്ലല്ലോ. ഞാനും മോളിക്കുട്ടിയും കൃഷ്ണയും കൂടി ഈ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. വേണ്ട, നിങ്ങൾ ആരും അങ്ങോട്ട് പോകണ്ട. പ്രത്യേകിച്ച് കൃഷ്ണ മോള്. മോൾക്കത് കണ്ട അവക്കത് സഹിക്കാൻ പറ്റില്ല. അവൾ അവിടെ കിടന്ന് കരഞ്ഞു ബഹളുണ്ടാക്കും. മൂർത്തിയോട് വേണ്ടതൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ അതൊക്കെ ചെയ്തോളൂ. എന്റെ മോള് പേടിക്കണ്ട. എന്റെ അച്ഛന് എന്റെ അനിയൻ കുഞ്ഞിനൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞാല് ആളുകൾ ഈ പുഴയോരം വീടിന്റെ മുന്നിൽ വന്ന് കാവല് നിൽക്കും. എത്ര വലിയ വലിയ ഉദ്യോഗസ്ഥന് വേണമെങ്കിലും. അച്ഛനൊന്നും പറ്റില്ല മോളെ. അമ്മായ പറയണേ.